നിങ്ങളെങ്ങോട്ടാ കവറൊക്കെ ആയിട്ട്? ഞാന് നമ്മളെ കാറൊന്ന് കേൾക്കാട്ടെ. ഇതപ്പൊ നിങ്ങളെ കാറ്? നമ്മളെ കാറും ബൈക്കും ജീപ്പും ലോറൊക്കെ ഇതന്നെ. നമ്മളെത്ര കാലമായിട്ട് ഉപയോഗിക്കണ വണ്ടിയാ. അപ്പൊ ഓനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണ്ടേ. വലിയൊരു ചളിയും ഒന്നുമില്ല, പക്ഷെ എന്നാലും 2 ദിവസം മുന്നേ ചെറിയൊരു മഴ ചെയ്തില്ലേ, അപ്പൊ ഒന്ന് കേകി ഇടാന്ന് വിചാരിച്ച്. നമ്മളെ കാർ ഇതാണ്, കാറും ബൈക്കൊക്കെ തന്നെ. അപ്പൊ അതൊന്ന് കേകിയാട്ടെ. കുറെ ദിവസമായി ഇപ്പൊ ഇത് കേകിട്ട്. വലിയ ചളിയൊന്നും കാണാനില്ല, പക്ഷെ എന്നാലും കേകിയില്ലേല് ഒരു ഗുമ്മ കിട്ടൂല. ഉണ്ടോ, ഇവിടെ ആകെ ചളി തെറിച്ചിട്ട് നാശമായി പോയി. അപ്പൊ കേകാട്ടെ. കേകാൻ ഞാൻ മാത്രല്ല കേട്ടോ, എനിക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ട് അവിടെ. ഹായ് പറഞ്ഞ, ഹായ് പറയ്, ഹായ് പറയ്. ആയില്ല വണ്ടിയൊക്കെ നമുക്ക് വണ്ടിയൊക്കെ അല്ലേ? നിങ്ങൾ എങ്ങനെയാ വണ്ടി കഴുകല്? ഞാനിതാ ഈ ലാക്രോളിന്റെ കാർ വാഷ് ഉപയോഗിച്ചിട്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കാറൊന്ന് കഴിക്കട്ടെ. കാർ വാഷൊക്കെ ഉപയോഗിക്കണേ. ഞാനിത് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ബൈക്കൊക്കെ കേൾക്കല്. എൻ്റെ ചങ്ങായിമാരൊക്കെ കാറൊക്കെ കേൾക്കല് ഈ സംഭവം ഉപയോഗിച്ചിട്ടാണ്. ഇത് നല്ലൊരു വൃത്തി ഉണ്ടാവും. ഇതുകൊണ്ട് കഴിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്, നല്ല ഗ്ലേസിങ് ഉണ്ടാവും വണ്ടിയൊക്കെ. ഏത് വൃത്തിയില്ലാത്ത വണ്ടിയും ചെറിയൊരു കോലം വരും ഇതുകൊണ്ട് കഴിക്കാറ്. അപ്പോൾ ഇതാ സംഗതി ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ ബൈക്ക് വാഷ് ചെയ്യല്. നല്ല സാധനമാണ്, ഒരു ലിക്വിഡ് ടൈപ്പാണ്. ഇതെന്താ കാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് എടുക്കും, എന്നിട്ട് അതിലേക്ക് ഇതിങ്ങനെ മൊത്തം ഇടും. ഈ ഒരു പാക്കറ്റ് മൊത്തം ഉപയോഗിക്കട്ടെ ഞാൻ. ഇതൊക്കെ അല്ല, ആകെ 5 റുപ്യ ഉള്ളൂ. ഓരോ സ്ഥലത്ത് ചിലപ്പോൾ പല വില ആയിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പാക്കറ്റിന് ആകെ 5 റുപ്യ ഉള്ളൂ, വലിയ പൈസ ഉണ്ട്. എന്നിട്ട് എന്താ കാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിറക്കും, നല്ലൊരു വെള്ളം നിറക്കും. ഏകദേശം ഒരു പകുതിയോളം വെള്ളം നിറക്കും കേട്ടോ. വെയിലത്ത് നിന്ന് കേട്ടെന്നോ. ഒരുത്തനേതാ ലോറിയും കൊണ്ട് വരുന്നേ. ഇതേട്ടാ ലോഡ്? കുഞ്ഞുങ്ങളെ കൈയിടരുത്. ഇതേട്ടാ ലോഡ്? ഇതേട്ടാ ലോഡും വണ്ടി പോണ്. ആ പോട്ടെ പോട്ടെ പോട്ടെ. കൈയിടരുത്, എൻ്റെ വേളിൻ്റെ അടുത്ത് നടക്കൂല. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മൾ വെള്ളം എടുത്തത്. അത്രയും വെള്ളം എടുത്തിട്ട് എന്താ കാട്ടേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളെ വണ്ടി മൊത്തത്തിലൊന്ന് നനയ്ക്കുക. മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് പൊതിർത്തിടുക. നല്ല രീതിക്ക് ഒന്ന് കുട്ടപ്പനാക്കുക. അടന്നോട്ടെ. ഇണ്ടാ താങ്ക് യു. കൈയിടരുത്. ഓ ഒരുത്താനതാ ഓൻ്റെ ലോറി അവിടെ കേക്കുണ്ട് കേട്ടോ. ഓൻ്റെ വണ്ടി എൻ്റെ ഇടയിൽ കൂടെ അവൻ കേക്കുണ്ട്. ഇങ്ങനെ നനച്ചിട്ടിട്ട് എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല രീതിക്ക് ഒരു കവറും കൂട്ടിയിട്ട് ഒരച്ചടുക്കിക്കണേ. സുനാപ്ലിക്കേഷനായിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഒരച്ചടുക്കുക. അപ്പൊ നമ്മളെ വണ്ടി ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ കളിക്കും. അല്ല ഞാൻ നല്ല വരച്ച് കേക്ക് കിട്ടോ. ഞാൻ എപ്പം വണ്ടിയൊക്കെ കാണാൻ നിന്നാലും ഇവനും ഉണ്ടാവും കേട്ടോ കൂടെ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഞങ്ങളെ ബെൻസ് കാർ കേൾക്കല്. പിള്ളേനോണ്ട് ഓണം എന്ന് പറയും പോലെ നമുക്ക് നമ്മളെ വണ്ടി ചെറുതാണേലും വലുതാണെങ്കിലും നല്ല വൃത്തിയാക്കി കൊണ്ടെടുക്കുക. അതാണ് നമ്മളെ പോളിസി. ഓക്കെ, നൈസ് ടു മീറ്റ് യു. യെസ്.
അവനോട് അത്രക്ക് പ്രതീക്ഷിച്ചാൽ അവന് പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. വരുമ്പോ ആശീല കേക്കലോട് കേക്കലുണ്ടാവുക. പിന്നെ നമ്മൾ വരുന്നൊന്നും കേൾക്കില്ല, വെള്ളി കേക്കല്. ഇതുവരെ വീഡിയോ എടുത്തിന് എൻ്റെ വൈഫേന് കേട്ടോ. ഓക്ക് ഉള്ളിൽ എന്തോ ചെറിയ എന്തോ പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കാണ്ട് പറഞ്ഞാൽ ഓള് കൊണ്ടുപോയി. ഇത് ഏകദേശം ഒരു നട്ടുച്ച നേരത്തൊക്കെയാണ് ഈ വീഡിയോ എടുക്കണത്. അതാണ് ഇത്ര ഒരു ഇരുട്ട് മോഡല്. വെയിലിൻ്റെ ഒരു ആഘാതം നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമറ്റ് മാറ്റം ഉണ്ടായതുകൊണ്ട് നാച്ചുറൽ കളറിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മൾ വണ്ടി വാഷ് ചെയ്യൽ ഈ ഒരു സംഭവത്തോണ്ട് കേട്ടോ. ഞാൻ കാട്ടി തന്നില്ല നേരത്തെ ഒരു പാക്കറ്റ്. നല്ല വൃത്തി ഉണ്ടാവും. ഞാൻ പറ്റ ചളിയാകുമ്പോൾ മാത്രമേ ഉള്ളൂ വണ്ടി കഴുകാറുള്ളൂ. അല്ലാണ്ട് എന്നും ഇങ്ങനെ ആഴ്ചയിൽ തേച്ചേക്കൊന്നുമില്ല. അങ്ങനെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. വലിയൊരു ചളിയും കാര്യങ്ങളൊന്നും. ഞാൻ അല്ലാണ്ട് പുറത്തേക്കൊന്നും പോയല്ലോ. ഞാൻ അങ്ങാടി പോവും, സാധനം വാങ്ങും, പോരും. അതേപോലെ തന്നെ വർക്കിന് പോവും, വണ്ടി അവിടെ നിർത്തിയിരും. അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരും. അതന്നെ, വേറെ പ്രത്യേകിച്ച് ചൊറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടിമേൽ വല്ലാണ്ട് ചളിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ കഥകൾ. അപ്പോൾ ഞായറാഴ്ച ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പണി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാ ഞായറാഴ്ചയും പലർക്കും പല തിരക്കുകളും. മേലൊന്ന് കേൾക്കരുത്. ഇത് കുളിച്ചണ സോപ്പല്ലത്, പഠിച്ച തമ്പുരാണ്. മേലൊക്കെ തേച്ചേക്കും. മേല് തേക്കരുത് കേട്ടോ. വണ്ടി കേൾക്കണ അതെ, വണ്ടി മാത്രമേ കേൾക്കാറ്റുള്ളൂ. മേല് തേക്കരുത് കേട്ടോ. ഓക്കെ പറയും. Yes, that is the nativity of the country of India. ഒരേ കേക്കലാണ് ഇവിടെ. നീ മാറിക്ക്. അപ്പൊ നമ്മളെ വണ്ടി സോപ്പ് ഇടൽ കഴിഞ്ഞു, അതായത് ഷാമ്പു ഇടൽ കഴിഞ്ഞു. ഈ ഷാമ്പു ഇട്ടതിന് ശേഷം എന്താ നല്ല രീതിക്ക് ഇതേപോലെ ആ ഷാമ്പു ഒക്കെ നല്ലോണം പോക്കണേ. ഇല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാണെങ്കിൽ ഒരു ഉണങ്ങിയ പാട് ഇങ്ങനെ വരും. അപ്പോൾ അത് നല്ലോണം കേക്ക് പോക്കൽ നിർബന്ധമാണ്. എല്ലാന്നുണ്ടെങ്കിൽ പണി പാളി എന്നും പോലെ പണിയെടുപ്പാകും. ഇങ്ങനെ ഒരു പാട് ഇങ്ങനെ വരും. ഇതേപോലെ നല്ല രീതിക്ക് ഇങ്ങനെ കേക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്ത് രസമുണ്ടാവും വണ്ടിയൊക്കെ കാണാൻ. അപ്പൊ ഏകദേശം നമ്മളെ വണ്ടി കേക്കൽ പരിപാടി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് മതി. അമ്പോ ഒരുത്തെന്താവോ ഇവിടെ വീണ്ടും തുടങ്ങണം. ഇനി മതി, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അതിലിട്ടാ ഫിനിഷ്. ദാറ്റ് ഈസ് ഫിനിഷ്. ഓക്കെ, നെക്സ്റ്റ് മീറ്റ് യു. കഴിഞ്ഞാണെങ്കിൽ കയ്യേക്ക അതിലിട്. ഇതാണ് അവനെ പണിക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയും വലിയാണ്. നോ പ്രോബ്ലം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ആയില്ല എൻ്റെ ചെരുപ്പൊക്കെ ഏടെ കുഞ്ഞോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടി ഒന്ന് അങ്ങോട്ട് ഉണക്കാൻ നിൽക്കാം. ഇതാദ്യം ഒന്ന് എകരത്ത് കയറ്റിയേക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ചെക്കൻ പണി തരും. ഇപ്പൊ തന്നെ അവിടെ വെള്ളമൊഴിച്ചല്ല സോപ്പ് തേച്ച് മറന്നവനെ തല ചെളി
ഒക്കെ അതാ വണ്ടി വന്ന് തെറിപ്പിച്ച്. ചളി തെറിപ്പിച്ചില്ലേ വണ്ടിമേല്? നമ്മള് കേക്ക് എന്തിനാ? ചളിയായിട്ടല്ലേ? ചളിയൊക്കെ എന്റെ പച്ച തമ്പുരാണ്, അതൊക്കെ പോയി ചവിട്ടി ചിരിച്ചു. അപ്പൊ വണ്ടി കേക്കൽ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കാൻ വെക്കുക. ഉണക്കാൻ വേണ്ടിയിട്ട് അധികമായിട്ടല്ല, ഇവിടെ തന്നെ ഇവിടെ കുറച്ച് വെയിലുണ്ട്. അപ്പം ആ വെയിലത്ത് ഇങ്ങനെ ചെരിച്ചിടണമല്ലേ. ആദ്യം നമ്മളൊന്ന് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ചെരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. ചളിയിൽ കളിച്ചാലേടോ. അപ്പൊ നമ്മളെ വണ്ടി ഇതാ കേക്കും കാഞ്ഞ് കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചത്. ഇത് നോക്കിയാണ് എന്തൊരു വൃത്തിൻ്റെ കാണാൻ. ഇങ്ങനെ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു വട്ടം 2 ആഴ്ച കൂടുമ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് കേൾക്കിയാൽ ഈ ഒരു കോലത്തിൽ നല്ല വൃത്തിക്ക് നിൽക്കും. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടി കേൾക്കൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിന്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ആ ഷാമ്പൂവിനോട് കേക്കിയിട്ട് തമാശ അറിയില്ല, ഒന്ന് കേക്ക് വേണ്ടി കേൾക്കുക. അങ്ങനെ കേൾക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും. ടയർമലൊക്കെ ചളി ഉണ്ട്, ആ കാടൊക്കെ ഈ ഒരു ചളീൻ്റെ നമ്മൾ കേൾക്കാത്ത കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.